അവൻ ഈ അനാവശ്യം നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കില്ലേ? അയാൾ ആരോട് വേണമെങ്കിലും പറഞ്ഞു നടക്കട്ടെ. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഗിരിയേട്ടനത് പോരെ? ഹരീഷിന് ഗിരിയേട്ടനോട് പകയുണ്ടെങ്കിലും അയാളല്ല ഗിരിയേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. അയാളല്ലെങ്കിൽ പിന്നെ ആരാ? ഗോപാലിനാവാനുള്ള സാധ്യതയാ ഞാൻ കാണുന്നത്. നീ ഈ വിഷയത്തിലേക്കും അദ്ദേഹത്തിന്റെ പേര് വലിച്ചഴിക്കാനാണോ നോക്കുന്നത്? ഗിരിയേട്ടൻ ശാന്തനായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞെന്ന് ഗോപാലിനറിയാം. ഞാൻ ഗിരിയേട്ടന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിൽ വിജയിച്ചാൽ ഗിരിയേട്ടൻ ഗോപാലിനെതിരെ സാക്ഷി പറയുമെന്ന് അയാൾ പേടിക്കുന്നുണ്ടാവും. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് വിശ്വാസവഞ്ചന കാണിക്കില്ലെന്ന് ഗോപാൽജിക്ക് നന്നായിട്ട് അറിയാം. ഗോപാലിനെ പോലുള്ളവര് മുകളിലേക്ക് കയറി വന്നതേ കൂടെ ഉള്ളവരെ വിശ്വസിച്ചിട്ടല്ല, അയാളെ ചതിക്കുമെന്ന് സംശയം തോന്നിയവരെ എല്ലാം ഒഴിവാക്കിയിട്ടാ. ഗിരിയേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം അയാൾക്ക് തോന്നിയാൽ മാത്രം മതി, അയാൾ ഗിരിയേട്ടനെ ഒഴിവാക്കും. ഇനി അയാൾ അങ്ങനെ ചെയ്തില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ശാലിനിയോ സഞ്ജുവോ അവരുടെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യില്ലെന്ന് ഗിരിയേട്ടൻ ഉറപ്പ് പറയാൻ പറ്റുമോ? ഇനിയെങ്കിലും ഗിരിയേട്ടൻ സത്യം എന്താണെന്ന് തിരിച്ചറിയണം. ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഗോപാലിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്നത് ഗിരിയേട്ടൻ ഇനിയെങ്കിലും നിർത്തണം. ഗിരിയേട്ടനെ മാത്രം വിശ്വസിച്ച് ഈ കുഞ്ഞടക്കം ഒരു കുടുംബം ഇവിടെ ഉണ്ടെന്ന് മറക്കരുത്. ഞങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിബദ്ധത ഗോപാലിനോട് കാണിക്കേണ്ട ഒരു കാര്യം ഗിരിയേട്ടനില്ല.